എല്ലാവർക്കും ആൻജസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേരള സ്റ്റൈൽ മീൻകറിയാണ് തയ്യാറാക്കുന്നത്. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മീൻ നന്നായി വൃത്തിയാക്കിയത് 1 കിലോ. ഞാൻ ഇന്ത്യൻ സാൽമൺ എന്ന് പറയുന്ന ഫിഷാണ് എടുത്തു വച്ചിരിക്കുന്നത്. പുളി ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിൽ, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, വെള്ളുള്ളി 3 അല്ലി, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, പട്ട ഒരു ചെറിയ കഷ്ണം, ഗ്രാമ്പു ഒരെണ്ണം, താക്കോലം ഒരു ചെറിയ കഷ്ണം, ജീരകപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 4 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 5 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, വെള്ളം ആവശ്യത്തിന്, ഏകദേശം 1.5 കപ്പ് വെള്ളം, ഉപ്പ് ആവശ്യത്തിന്. ഇതെല്ലാം അരയ്ക്കാനുള്ള ചേരുവകളാണ്. ഇനി കടുക് വറുക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. കടുക് 1/2 ടീസ്പൂൺ, ഉള്ളി ചെറുതായി അരിഞ്ഞത് 1 തക്കാളി 1 ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് 2 ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില 3 കൊന്ത് നുള്ളിയെടുത്തത്, എണ്ണ ആവശ്യത്തിന്, പഞ്ചസാര 1/4 ടീസ്പൂൺ. ഇനി അരയ്ക്കാനുള്ള ചേരുവകൾ എല്ലാം നമുക്ക് മിക്സിയിൽ ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കാവുന്നതാണ്. നല്ല മയമായി അരച്ചെടുക്കണം. ഏകദേശം 1/2 കപ്പ് വെള്ളം ഈ അരപ്പിലൂടെ തന്നെ ചേർക്കാവുന്നതാണ്. ഇനി മൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നന്നായി ചൂടാവാൻ അനുവദിക്കുക. നന്നായി ചൂടായ ശേഷം അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ചേർത്ത ശേഷം കറുകപ്പട്ട, ഗ്രാമ്പു, താക്കോലം ചേർത്ത് അത് ചൂടായ ശേഷം കടുക് പൊട്ടിക്കുക. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് ഇളക്കുക. ഇനി ഇതിലേക്ക് ഉപ്പ് കുറച്ച് ചേർത്ത് കറിവേപ്പില കുറച്ച് നുള്ളി ഇതിലേക്ക് ചേർത്ത് ഇളക്കുക. കറിവേപ്പിലയുടെ മണം ആ എണ്ണയിലോട്ട് വരാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇവയെല്ലാം ചേർത്ത് നന്നായി വഴറ്റിയ ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി പച്ചമുളകും ഇതിൽ ചേർത്ത് ഇവയെല്ലാം ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഏകദേശം ഉള്ളിക്കൊരു ലൈറ്റ് ബ്രൗൺ കളർ വരുന്നത് വരേക്കും ഇത് വഴറ്റി എടുക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് ഇഞ്ചിയുടെയും മസാലകളുടെയും എല്ലാം ആ പച്ചപ്പ് മാറും വരേക്കും നന്നായി ചൂടാക്കുക. അതുവരേക്കും ഇളക്കി മിക്സ് ചെയ്ത് അത് ചൂടാകും വരേക്കും ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള വെള്ളം, ഏകദേശം ഒരു 1.25 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് നന്നായി കൂട്ടി യോജിപ്പിക്കേണ്ടതാണ്. കട്ടകളെല്ലാം നല്ല ഉടച്ച് നല്ല ക്ലീനായിട്ട് എടുക്കേണ്ടതാണ്. ഇതിനെ അടച്ചു വെച്ച് നമുക്ക് തിളയ്ക്കാൻ അനുവദിക്കുക. തിളച്ച ശേഷം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മീൻ ഒന്നൊന്നായി ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് കറിവേപ്പില ഇതിലേക്ക് നുള്ളി ചേർത്തിട്ട് സ്പൂണില്ലാതെ ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കേണ്ടതാണ്. സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ മീൻ പൊടിയാൻ ചാൻസ് കൂടുതലാണ്. ഇനി ഇത് ചെറിയ തീയിൽ ഏകദേശം 15 മിനിറ്റോളം അടച്ചു വെച്ച് വേവിക്കുക. അതിനുശേഷം 1/4 ടീസ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർക്കാം. ഇത് ചേർക്കുന്നത് പുളിയുടെ രസം ഒന്ന് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അടച്ചു വെച്ച് തെളിയും വരെ ഒരു 5 മിനിറ്റ് ഒന്ന് വേവിക്കുക. ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. അവസാനം കുറച്ച് കറിവേപ്പില ഇതിലേക്ക് നുള്ളി ചേർത്ത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. മീൻകറി തയ്യാറായി. തേങ്ങ ചേർക്കാത്ത കേരള സ്റ്റൈൽ ഫിഷ് കറി ഇവിടെ തയ്യാറായി. ചോറ്, ഇഡ്ഡലി, ദോശ, ചപ്പാത്തി ഇവയ്ക്കെല്ലാം ചേർത്ത്
കഴിക്കാവുന്നതാണ്. Thank you for watching my video. Please provide us feedback.